പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ ഞങ്ങൾ 5 പേരും ഒരു നീണ്ട പ്രഭാഷണം നടത്തും. അതൊഴിവാക്കി ഞങ്ങൾ ആരും 10 മിനിറ്റ് അപ്പുറം സംസാരിക്കില്ല. 5 മിനിറ്റാ നല്ലത്. ഇനി പോയാൽ 10 മിനിറ്റ്. ഒരു ആമുഖ സംഭാഷണ റൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എന്തെല്ലാം വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ചോദ്യം വരാൻ വൈകിയാൽ ഞങ്ങൾ തമ്മിൽ വർത്താനം പറയും. ചോദ്യം വരുമ്പോ ചോദ്യത്തിലേക്ക് കടക്കും. അപ്പൊ ഇപ്പോഴത്തെ വിഷയം നവോത്ഥാനം, വികസനം, ജനാധിപത്യം അല്ലെങ്കിൽ രാഷ്ട്രീയം. നവോത്ഥാനം എന്ന് പറയുന്നത് പഴയ കേരളത്തിൽ നിന്ന് പുതിയ കേരളത്തിലേക്കുള്ള കവാടമാണ്. എന്താ പഴയ കേരളം? അതിനെ കൃത്യമായി നിർവചിച്ചത് EMS ആണ്. അതാണ് കേരള വിജ്ഞാനീയത്തിനും ഒരുപക്ഷെ മാർക്സ് സിദ്ധാന്തത്തിനും അദ്ദേഹം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന്. മുതലാളിത്തത്തിന് മുമ്പുള്ള പഴയ ലോകത്തെ നമ്മളെപ്പോഴും പാഠപുസ്തകങ്ങളിലെല്ലാം വിശദീകരിക്കുക ഫ്യൂഡലിസം എന്ന് പറഞ്ഞാണ്. എന്നാൽ EMS കേരളത്തെ അങ്ങനെയല്ല വിശദീകരിച്ചത്. EMS പറഞ്ഞു, കേരളത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥ, പണ്ടത്തെ വ്യവസ്ഥ, അത് സവർണ ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയാണ്. സാമൂഹ്യമായി സവർണരുടെ ആധിപത്യം, സാമ്പത്തികമായി ജന്മിമാരുടെ ആധിപത്യം, രാഷ്ട്രീയമായി നാടുവാഴികളുടെ ആധിപത്യം. ഇത് മൂന്നും ഒരു പൊരുത്തക്കേടുമില്ലാതെ കെട്ടുപണഞ്ഞ് അരക്കെട്ടുറപ്പിച്ച് നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയാണ്. സവർണരാണ് ജന്മിമാര്, അവരാണ് നാടുവാഴികള്. സാമ്പത്തിക ശ്രേണിയും സാമൂഹ്യ ശ്രേണിയും എല്ലാം പരസ്പര അനുരോധമായിരുന്നു. ഇതിന് ഒരു മാറ്റം വരുന്നത് കൊളോണിയലിസം, അതോടൊപ്പം വന്ന മുതലാളിത്ത വളർച്ചയാണ്. പുതിയ വാണിജ്യ കൃഷിക്കാർ വന്നു, കച്ചവടക്കാർ വന്നു, വ്യവസായികൾ വന്നു, അതോടൊപ്പം കൂലിവേലക്കാരായ തൊഴിലാളികൾ. അത് പണ്ടത്തെ ജാതിക്രമം അനുസരിച്ചല്ല. ഈ പുതിയ മുതലാളിമാര്, വ്യവസായികള്, വാണിജ്യ കൃഷിക്കാര്, ഇവര് പഴയ ജാതിക്രമം അനുസരിച്ചല്ല വളർന്നു വന്നത്. അപ്പോഴാണ് സമൂഹത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായത്. ആ പുതിയ യുഗത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് നവോത്ഥാനത്തിന് വഴിയൊരുങ്ങി. അതുവരെ ശരിയായിരുന്ന ആചാര്യ മര്യാദകളിലും തിരുത്താനുള്ള പ്രസ്ഥാനം. കീഴാജാതികളിലാണെങ്കിലോ സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനം, ജാതിക്ക് തന്നെതിരായുള്ള പ്രസ്ഥാനം. നമ്മുടെ ഈ നവോത്ഥാനത്തിന്റെ പ്രത്യേകത അതെല്ലാ സമുദായങ്ങളെയും എല്ലാ ജാതികളെയും മേൽത്തട്ടി മാത്രമല്ല കീഴ്ത്തട്ടിലും ഇളക്കി മറിച്ചു. ഈ കാലമായപ്പോഴേക്കും നാടുവാഴിത്തം മാറി,
രാഷ്ട്രീയമായിട്ട് അധികാരം ബ്രിട്ടീഷുകാർക്കെതിരായി, ബ്രിട്ടീഷ് രാഷ്ട്രയുടെ കീഴിലായി. അതിനെതിരായിട്ടുള്ള ദേശീയ പ്രസ്ഥാനം വന്നു. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം വന്നു. ഇടതുപക്ഷമാവട്ടെ ഈ പുതിയ മുതലാളിത്ത വളർച്ചയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടുവരുന്ന തൊഴിലാളികളെ, കൃഷിക്കാരെ, ഇവരെയൊക്കെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് സംഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 3 ധാരകൾ: ദേശീയ പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം, പിന്നെ തൊഴിലാളികളെയും കൃഷിക്കാരുടെയും എല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനം. ഇതിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രവർത്തിക്കുക മാത്രമല്ല, 38 അതിന് പുറത്തു വന്നപ്പോൾ. അതുകൊണ്ട് പുറത്തു വന്നപ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിന് നേതാക്കന്മാരാരാ? ഇടതുപക്ഷം. അത് കേരള രാഷ്ട്രീയത്തെ വളരെ ഗാഢമായിട്ട് സ്വാധീനിച്ചു. 2, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പ്രസ്ഥാനം, ഈ ജാതിക്കെതിരായ സമരത്തിൽ പങ്കാളിയായി. വിപ്ലവം കഴിയുമ്പോൾ ജാതി പോയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്. അവരവരുടെ സമുദായങ്ങളിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ പങ്കാളികളാവാം. തീർന്നില്ല, സവർണ മേധാവിത്വത്തിനെതിരായ സമരങ്ങളിൽ പങ്കാളികളാവാം. അത് ഏതറ്റം വരെ ചെന്നു? തിരുവിതാംകൂറിലെ നിവർത്തന പ്രസ്ഥാനത്തിന്, സംവരണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പിന്തുണ നൽകി. EMSന്റെ KPCC പിന്തുണ നൽകി. അങ്ങനെ നവോത്ഥാനത്തിലെ ഈ ഉൽപ്പതിഷ്ണുക്കളുമായിട്ടുള്ള സജീവ ബന്ധം അത് പുതിയ അണികളെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഇടതുപക്ഷം തന്നെ അവരുടെ പ്ലാറ്റ്ഫോമിൽ ജാതിക്കെതിരായ സമരം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം ഇടതുപക്ഷത്തേക്ക് വന്നു. അങ്ങനെ കേരളത്തിൽ മാറ്റം വന്നു. എന്തൊക്കെ മാറ്റം? 1, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രസ്ഥാനങ്ങൾ വികസനത്തിൻ്റെ ഭാഗമാണ്. പുനർവിതരണം, ഇതിലൂന്നിക്കൊണ്ടുള്ളൊരു വികസന പാത കേരളത്തിൽ തുറന്നു. ഇടതുപക്ഷം അത് മുന്നോട്ട് കൊണ്ടുപോയി. പുനർവിതരണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നൽകലും ആരോഗ്യം നൽകലും മാത്രമല്ല, ഭൂപരിഷ്കരണവും പെടും, നല്ല കൂലി മേടിച്ചു കൊടുക്കുന്നതും പെടും. അങ്ങനെ കേരളത്തിൻ്റെ തനതായ ഒരു വികസന പാത തുറക്കുന്നതിന് കഴിഞ്ഞു. 2, സാമൂഹ്യ മാറ്റം. ഈ ചലനങ്ങൾ കേരളത്തെ ജാതിയുടെ സ്വാധീനം ഇന്നും ഉണ്ട്, യാതൊരു തർക്കവുമില്ല. അധസ്ഥ വിഭാഗങ്ങളുടെ നില വളരെ മോശം തന്നെ. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജാതി സ്വാധീനം ചെലുത്തുന്ന പ്രദേശമായി ഭ്രാന്താലമായ കേരളത്തെ ഇങ്ങനെ മാറ്റി. 3, ഇതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള സമത്വ ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ അധീശത്വം പുലർത്തുന്ന സ്ഥിതി വന്നു. അങ്ങനെ പുരോഗമനപരമായ ഒരു സംസ്കാരം, പുരോഗമനത്തിലൂന്നുന്ന രാഷ്ട്രീയം, മതനിരപേക്ഷ രാഷ്ട്രീയം, ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയായിത്തീർന്നു. അങ്ങനെയാണ് ഇന്നത്തെ കേരളം രൂപം കൊള്ളുന്നത്. നവോത്ഥാനത്തിൻ്റെ
കവാടത്തിലൂടെ കടന്ന് നമ്മൾ ഇന്നത്തെ കേരളത്തിലെത്തിച്ച്. എന്നാൽ ഈ വികസനം, ഈ സാമൂഹ്യ നില, സാംസ്കാരിക അന്തരീക്ഷം, പുരോഗമന രാഷ്ട്രീയം, ഇതെല്ലാം ഇന്ന് കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ്. സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഇന്നും നമ്മളെയൊക്കെ അപമാനിക്കപ്പെടുന്ന രീതിയിൽ ഇവിടെയും ജാതീയ വിവേചനങ്ങൾ നിൽക്കുന്നു. നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് കരുതുന്ന പലതും വീണ്ടും തിരിച്ചു വരികയാണ്. ഈ വെല്ലുവിളികളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമുഖ അവതരണം കഴിഞ്ഞാൽ നമുക്ക് പഴയ ചരിത്രത്തെക്കുറിച്ച് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, തടസ്സമൊന്നുമില്ല. പക്ഷേ ഇന്നുള്ള ഈ തിരിച്ചുപോക്ക്, അതിനെങ്ങനെ തടയാം, ഇത് സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ പ്രാപ്തരായ ഒരു പാനലാണ് ഉള്ളത്. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്.